ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്സ് എക്സാമിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ +2ൻ്റെ ഫിസിക്സ് പബ്ലിക് എക്സാം ആയിരുന്നു ഇന്ന്. അപ്പോൾ ഫിസിക്സ് എക്സാമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോഡലിന് അത്യാവശ്യം ഇച്ചിരി അവർ ഇതാക്കി ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പബ്ലിക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. എങ്കിലും നല്ല പേടി ഉണ്ടായിരുന്നു, കാരണം പറയാൻ പറ്റത്തില്ലല്ലോ ക്വസ്റ്റിൻ്റെ ഇതെങ്ങനെ നമുക്ക് അറിയത്തില്ല. പക്ഷേ ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയി. ബിക്കോസ് ക്വസ്റ്റ്യൻ വാസ് റിയലി അമേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ പ്രോബ്ലംസും ആണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ ടൈപ്പ് പ്രോബ്ലംസ് തന്നെ ചോദിച്ചിട്ടുള്ളത്. എനിക്ക് ഏതോ 1-2 പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു കുറച്ച് ഡൗട്ട് ഉള്ളത്. ഏതോ ഒരു പ്രോബ്ലം ഞാൻ ചെയ്തതുമില്ല. അങ്ങനെ എന്തൊക്കെയോ ആണ് എൻ്റെ ഒരു ഇത് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് 1 മാർക്കിൻ്റെ സെക്ഷൻ മൊത്തം എളുപ്പമായിരുന്നു. 1 മാർക്കിൻ്റെ സെക്ഷനിൽ നിന്നുള്ള 5 മാർക്കും കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ എനിക്ക് 2 മാർക്കിൻ്റെ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും എളുപ്പമായിരുന്നു. 2 മാർക്കിൻ്റെ സെക്ഷനിൽ ഞാനെല്ലാം എഴുതിയിട്ടുണ്ട്. എനിക്ക് ഏതോ ആ ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തതിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഡൗട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ അത്യാവശ്യം വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്. ഇനി എത്രയാണെന്ന് അറിയത്തില്ല. അവിടുന്ന് എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് 10 മാർക്ക് കിട്ടും. പിന്നെ 3 മാർക്കിൻ്റെ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരുന്നു, എല്ലാം നല്ല ക്വസ്റ്റൻ ആയിരുന്നു. കണക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം ആണെന്നുണ്ടെങ്കിൽ കിഡിലായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അത് ഞാൻ മൊത്തം ചെയ്തിട്ടുമുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെപ്പാടൊരു ഒരു കൺഫ്യൂഷൻ പോലെ ഇങ്ങനെ കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്കുണ്ടല്ലോ, അതെനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. പക്ഷെ അത് ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ ഡെറിവേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന ആ ഡെറിവേഷൻ ഹൈഗൻസ് പ്രിൻസിപ്പിളിൻ്റെ വരുമെന്ന് അറിയായിരുന്നു. പിന്നെ വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ മറ്റോ 4 മാർക്കിന്റെ സെക്ഷനിൽ ചോദിച്ച ക്വസ്റ്റ് ഇവിടെ വന്നിട്ട് അവർ മീൻസ് വെയിറ്റേജ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അന്ന് ആ ഒരു ഓർഡർ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ പറയാം, 3 മാർക്കിന്റെ സെക്ഷനിലും 5 മാർക്കിന്റെ സെക്ഷനിലും ആയിരുന്നു നമുക്ക് ചാപ്റ്റർ 4 നിന്ന് 8 മാർക്കിന് ചോദിച്ചത്. അതവർ സ്പ്ലിറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അതിനകത്തൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയതാണെന്ന് അറിയാൻ വയ്യ. അത് 7 മാർക്കായിട്ട് ചുരുങ്ങിയോ എന്നൊക്കെ എനിക്ക് ഡൗട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഒരു ഇതിൽ നിൽക്കുന്നുള്ളത്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സെമി കണ്ടക്ടറിൻ്റെതാണെന്നുണ്ടെങ്കിലും അത് 3 മാർക്കിൻ്റെ വെയിറ്റേജിനായിരുന്നു. നമുക്ക് സെമി കണ്ടക്ടറിൻ്റെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചു. ഇവിടെ വന്നപ്പം അതിൽ നിന്ന് 1 വേർഡ് ഉണ്ടായിരുന്നു. മൊത്തം 4 മാർക്കിനൊക്കെ ചോദിച്ചു. അപ്പോൾ വെയിറ്റേജ് മോഡൽ എക്സാമിൻ്റെ സെയിം വെയിറ്റേജ് ഒന്നും പറയാൻ പറ്റത്തില്ല, വെയിറ്റേജ് മാറി വരുന്നുണ്ട്. പക്ഷേ മോഡൽ എക്സാമിൻ്റെ വെയിറ്റേജ് വെച്ച് ഒരുവിധം പഠിച്ചവർക്ക് എക്സാം നല്ല എളുപ്പമായിരിക്കും. എനിക്ക് എക്സാം എളുപ്പമായിരുന്നു 4 മാർക്കിൻ്റെ സെക്ഷൻ വരുന്നത് വരെ. 4 മാർക്കിൻ്റെ സെക്ഷൻ വന്നപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഞാൻ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഡെറിവേഷൻ എഴുതി വന്നപ്പോഴത്തേക്കും ഞാൻ R1 R2 കൊടുത്ത് എങ്ങാണ്ട് മാറിപ്പോയി. എന്നിട്ട് എനിക്ക് ഫസ്റ്റത്തെ കുറച്ച് പോർഷൻ വരെ എനിക്ക് തിരുത്താൻ പറ്റും. അവിടെ വരെ ഞാനത് തിരുത്തി ചെയ്തു. അത് കഴിഞ്ഞ് താഴോട്ടുള്ളത് മൊത്തം ഉണ്ടായി. ഞാൻ താഴോട്ടുള്ളത് വെട്ടിക്കളഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി. ഇനി സമയമില്ല സയൻസ്, കാരണം ഇനി ബാക്കിയുള്ള ഡെറിവേഷൻ ഇതിനകത്ത് ചെയ്യാൻ കിടക്കുന്നു. 4 മാർക്കിൻ്റെ തന്നെ 2 ക്വസ്റ്റ്യൻ ഇനി എഴുതാൻ കിടക്കുന്നു. ഈ ഡെറിവേഷൻ ആണെങ്കിൽ എനിക്ക് ഓർമ്മയും വരുന്നില്ല. എനിക്കാണ് മൊത്തത്തിൽ അങ്ങ് തല പോയിഞ്ഞ് അങ്ങനെ അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ പിന്നെ അത് അവിടെ ഇട്ടിട്ട് 23 ചെയ്യാന്ന് പറഞ്ഞിട്ട് 23 ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ലാസ്റ്റ് കുറച്ച് സ്റ്റെപ്പ് എനിക്ക് ഓർമ്മയുള്ളൂ. മറ്റേ ഞാൻ മറന്നു. ഞാൻ സെൻറ്റൻസ് ഒക്കെ ഞാനങ്ങ് വിട്ടുപോയി. പിന്നെ ഞാൻ അറിയാവുന്ന സ്റ്റെപ്പ് എഴുതി അവിടെ ഇച്ചിരി ആദ്യമേ ഞാനാണെങ്കിൽ റിലാക്സേഷൻ ടൈമാണ് ചോദിച്ചത്. റിലാക്സേഷൻ ടൈമും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കൂടെ ഡിറൈവ് ചെയ്യുന്നൊരു ഇതുണ്ടല്ലോ, അതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നിട്ട് പിന്നെ അതിൻ്റെയൊക്കെ ഡെറിവേഷൻ റിലാക്സേഷൻ ടൈം ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കൂടെ വരുന്നതിൻ്റെയൊക്കെ ഞാൻ ആദ്യം എഴുതി വെച്ച്. പിന്നെ എനിക്ക് മനസ്സിലായതല്ലായിരുന്നു എഴുതുന്നത്. എന്നിട്ട് ഞാനത് വെട്ടിയിട്ട് എഴുതാൻ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ കുറച്ച് സ്റ്റെപ്പേ ഓർമ്മയുള്ളൂ. ആ സ്റ്റെപ്പ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ആ വെട്ടിയതിൻ്റെ അവിടെ കണ്ടെത്തിയൊരു സ്ഥലം കിടപ്പുണ്ട്. അത് പിന്നെ പേപ്പർ കൊടുക്കുന്നതിന് കുറച്ച് മുന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് അതിൻ്റെ ഫ്രണ്ടിലത്തെ 2 സ്റ്റെപ്പ്. അന്നേരം ഞാൻ ആ വെട്ടിയതിൻ്റെ അവിടെ ഉള്ള അങ്ങോട്ട് എഴുതി ചേർത്താ 2 സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഒരു കണക്കായിരുന്നു. പക്ഷേ ഞാനത് മീൻസ് ടൈം പോകുമെന്ന് വെച്ചിട്ട് 5 മാർക്കിൻ്റെ സെക്ഷൻ എഴുതിയിട്ട് പിന്നെ നോക്കാമെന്ന് വെച്ചിട്ട് ഞാനത് വിട്ട്. പക്ഷേ അത് എഴുതിയില്ല, കാരണം പിന്നെ എനിക്ക് ആലോചിച്ച് പോകാൻ വയ്യായിരുന്നു. പിന്നെ 24ാമത്തെ ക്വസ്റ്റ്യൻ്റെയും സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ അത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും ഞാൻ കുറേ നമ്മളിങ്ങനെ എഴുതി ഇങ്ങനെ കുറേ പറഞ്ഞിങ്ങനെ എഴുതുമായിരുന്നല്ലോ, അതെല്ലാം എനിക്കങ്ങ് അങ്ങോട്ട് മീൻസ് എനിക്ക് സാധനം അറിയാം, പക്ഷേ എനിക്ക് അങ്ങോട്ട് എഴുതുമ്പോൾ എല്ലാം തിരിഞ്ഞു പോകുന്നു. പിന്നെ ഞാനാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം കറക്റ്റ് രീതിയിൽ എഴുതി അത് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പടവും ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് എനിക്കതിൻ്റെ ഉത്തരവും കിട്ടി. പ്രശ്നം എന്താണ് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മില്ലി ഹെൻറി ഞാനാണെങ്കിൽ ഹെൻറി ആക്കാൻ വിട്ടു. മറ്റേത് ഹെൻറിയിലായിരുന്നു തന്നേക്കുന്നത്. രണ്ടും സെയിം ഇതിലിട്ടായിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 10⁻³ കുറവ് എൻ്റെ ആൻസറിനകത്തുണ്ട്. അതെനിക്ക് തോന്നി, കാരണം എനിക്ക് 0.037 0.375 എന്താണ് കിട്ടിയത്. ശരിക്കുള്ള ആൻസർ വരേണ്ടത് 375 ആയിരുന്നു. റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് അയൺ കിട്ടേണ്ടത്. അത് കുഴപ്പമില്ല, അതിനെ പോട്ടെ, നമുക്ക് വെക്കാം. അതിനിപ്പം ആ ഒരു സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് അറിഞ്ഞുകൂടെ ഇനി എത്ര അത് ഫുൾ മാർക്ക് അവർ മീൻസ് 2 മാർക്ക് ഉള്ളത് 2 മാർക്ക് കളയുമോ 1 മാർക്കാണോ പോകുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പോൾ അതെല്ലാം എനിക്ക് കൺഫ്യൂഷനായിട്ട് കിടക്കുകയാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ 25ാമത്തെ ക്വസ്റ്റ്യൻ അത് കൺവേർജിങ് ലെൻസ് ആണെന്നുള്ളത് അറിയായിരുന്നു. അതിൻ്റെ ബിയിൽ ഒന്നാമത്തത് അതിൻ്റെ റേ ഡയഗ്രാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി സിമ്പിൾ മൈക്രോസ്കോപ്പിനെ വരച്ചാൽ മതി എന്നുള്ളത് എനിക്ക് അന്നേരം ഓർമ്മയില്ല. ഞാൻ കരുതിന് വേറെ എന്തോ റേ ഡയഗ്രം ഉണ്ട്, എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ സിമ്പിൾ മൈക്രോസ്കോപ്പിനെ അറിയാതെ എന്നിട്ട് ഞാനത് വരച്ചില്ല. എന്നിട്ട് അതിൻ്റെ എയുടെയും ബിയുടെയും ഫൈനൽ ആൻസർ ഞാൻ എഴുതി. എയുടെ ഡെറിവേഷൻ എനിക്ക് അറിയായിരുന്നു, പക്ഷേ
ഞാൻ എന്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ എന്തോ തെറ്റ് വന്ന കാരണം ഞാൻ എഴുതി തെറ്റിക്കേണ്ട, ഫൈനൽ ആൻസർ കറക്റ്റ് ചെയ്താന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ ഫൈനൽ ആൻസർ എഴുതിയിട്ട് ഞാൻ നേരെ 5 മാർക്കിൻ്റെ സെക്ഷൻ എഴുതി. ഞാൻ ഈ 5 മാർക്കിൻ്റെ സെക്ഷൻ എഴുതാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞത് 11:05 11:10 എങ്ങാണ്ടായി. അപ്പോഴേ എനിക്കറിയാം 5 മാർക്കിൽ ഇനി 3 ക്വസ്റ്റ്യൻ എഴുതണം, ഇല്ലെന്നുണ്ട് ആ സെക്ഷൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നുള്ളൂ. എന്നാലും ഞാൻ 5 മാർക്കിൻ്റെ സെക്ഷൻ എഴുതി 26ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടില്ലായിരുന്നു, അത് മൊത്തം ചെയ്ത് അത് ഫുൾ അതിന് 5 മാർക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഇമ്പഡൻസും റെസൊണൻസ് ഫ്രീക്വൻസി രണ്ടും ഡെറൈവ് ചെയ്യാനുണ്ടായിരുന്നു. രണ്ടും ഞാൻ ഡെറൈവ് ചെയ്ത്, എന്നിട്ട് രണ്ടും ഡെറൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ കണക്ക് വന്നപ്പോഴും എനിക്ക് കൺഫ്യൂഷനായി, ഇതിന് ഇത്ര എന്തോ വരും, തെറ്റുമോ എന്നൊക്കെ. എന്നിട്ടും അതിനകത്ത് വേറെ കുറേ റെസിസ്റ്റൻസും വോൾട്ടേജും ഒക്കെ തന്നിരിക്കുന്നത് നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. അതെല്ലാം ഞാൻ യൂണിറ്റിലിട്ട് കറക്റ്റായിട്ട് ചെയ്ത് എനിക്ക് 35.7 എങ്ങാണ്ട് വന്നു. അപ്രോക്സിമേറ്റ്ലി 35 ഇത്ര എങ്ങാണ്ട് വരും, അതിന് 35 എങ്ങാണ്ട് എടുക്കുന്നത്. 35.7 എങ്ങാണ്ടാണ് വന്നത്. പക്ഷേ എനിക്കത് മാർക്ക് കിട്ടുമായിരിക്കും, അതങ്ങനെ ഒരു 0.7 ഒന്നും അങ്ങനെ ഇതാക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാൻ വയ്യ, ഡബിൾ വാല്യുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും പറയാത്തത്, കാരണം എനിക്ക് ഒന്നും അറിയാൻ വയ്യ. +1 അറിയുന്നുണ്ട്, അതിന് ആ 2 മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞേന്. പിന്നെ 29ാമത്തെ ക്വസ്റ്റ്യൻ ലെൻസ് മേക്കേഴ്സ് ഫോമിൽ അറിയായിരുന്നു, ഡിറൈവ് ചെയ്തു. ക്വസ്റ്റ്യൻ ചെയ്ത് വന്ന് 2r by ആ ഒരു സ്റ്റേജ് വരെ എങ്ങാണ്ട് എത്തി. ആ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ട് ഞാൻ അവിടെ വെച്ച് നിർത്തി. ബാക്കി ഞാൻ 2 സ്റ്റെപ്പ് കൂടെ എഴുതിയായിരുന്നെങ്കിൽ ഉത്തരവായനെ, പക്ഷെ അത് ആ 2 സ്റ്റെപ്പ് എഴുതിയിട്ടില്ല. സോ അതിന് അവിടുന്ന് ചിലപ്പോൾ 1 മാർക്ക് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഈ 2 മാർക്ക് ഈ 4 മാർക്കിൻ്റെ സെക്ഷൻ മൊത്തവും എനിക്ക് അറിഞ്ഞൂടെ, ഇവിടെ നിന്നൊക്കെ എത്ര മാർക്ക് വേണമെങ്കിലും വെച്ച് പോകും. ഞാൻ പക്ഷേ 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 23ന്റെ B ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെ Aയും Bയും എഴുതിയിട്ടുണ്ട്, ഒരുവിധം വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സെക്ഷന് മാർക്ക് പോകുന്നെങ്കിലേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഒരു ഇതിൽ മൊത്തത്തിൽ ഒരു 6 or 7 മാർക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 73-74 റേഞ്ചിൽ ഫിസിക്സിന് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ പേപ്പർ കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ച് മീൻസ് ഒരു 1-2 മാർക്കൊക്കെ പോത്തോളം ഞാൻ വിചാരിച്ചു. കാരണം നല്ലോണം അറിയാം എനിക്ക്. അത് കഴിഞ്ഞ് ഒരു ഡെറിവേഷൻ തെറ്റിയപ്പോഴത്തേക്ക് ടെൻഷനായിട്ട് ബാക്കിയുള്ള ഡെറിവേഷൻസ് എല്ലാം തെറ്റിച്ച് അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി. അതാണ് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ കിടിലുമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫിസിക്സ് എക്സാമിൻ്റെ അവസ്ഥ. നിങ്ങൾക്കൊക്കെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കമൻറ്റ് ചെയ്യുക. എനിക്കറിയാം കുറേ പേർക്ക് ഭയങ്കര എളുപ്പമായിരുന്നു കാണും, പിന്നെ കുറേ പേർക്ക് ഓരോരുത്തർക്കും പല രീതിയിലാണ്, ഡിപ്പെൻസ് ആണ്. പക്ഷേ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ +1 ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് A+ ഉറപ്പാണ്. അതാണ് ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഏക ഒരു കാര്യം. മാർക്കിൻ്റെ കാര്യം ഒന്നും കൺഫേം അല്ല. ഇനി ഒരു ആൻസർ കീ കൂടെ വന്നിട്ട് എനിക്ക് ഒന്നുകൂടെ റീചെക്ക് ചെയ്താലേ മാർക്കിൻ്റെ കാര്യം പോലും അറിയാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ഇപ്പം ഒന്നും പറയുന്നില്ല, ഇതാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള ഉറപ്പായിട്ട് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് കെമിസ്ട്രി എക്സാം ആണ് വരുന്നത്, അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.